പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് നാളെ തുടക്കമാകും. വഖഫ് നിയമ ഭേദഗതി ബിൽ ഈ സമ്മേളന കാലയളവിൽ സഭയിൽ അവതരിപ്പിക്കും. നിയമ ഭേദഗതി പരിശോധിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് നേരത്തെ പാർലമെന്റിൽ സമർപ്പിച്ചിരുന്നു. അതേസമയം മണിപ്പൂർ വഖഫ് വിഷയങ്ങളിൽ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചിരികാട്. ജിഷ്ണു, പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിനാണ് നാളെ തുടക്കമാവുക. സുപ്രധാന ബില്ലുകളടക്കം അവതരിപ്പിക്കും. മറ്റ് വിശദാംശങ്ങളും കെ.പി. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിച്ച ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടമാണ് നാളെ ആരംഭിക്കുന്നത്. നാളെ മുതൽ ഏപ്രിൽ 4 വരെയാണ് നിലവിൽ സമ്മേളനത്തിന്റെ കാലാവധി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഒരു സമ്മേളന കാലയളവിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാവുക, ശ്രദ്ധാകേന്ദ്രമാവുക വഖഫ് നിയമ ഭേദഗതി ബില്ലായിരിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഈ ഒരു സഭാ സമ്മേളന കാലയളവിൽ രാജ്യസഭയിലും ലോക്സഭയിലും വഖഫ് നിയമ ഭേദഗതി അവതരിപ്പിച്ച് ചർച്ച ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. നേരത്തെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ വഖഫ് നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടായിരുന്നു സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് ബില്ല് വിട്ടത്. തുടർന്ന് മാസങ്ങൾ നീണ്ട പരിശോധനയും ഒപ്പം ഈ വഖഫ് പ്രശ്നങ്ങൾ നേരിട്ട് പഠിക്കാനും ഈ കമ്മിറ്റി ശ്രമിച്ചു. MP ജഗദാംബിക പാലിന്റെ അധ്യക്ഷതയിലുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റി വഖഫ് ബോർഡുമായി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരിട്ട് സന്ദർശനം നടത്തിക്കൊണ്ട് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസത്തിൽ തന്നെ അന്തിമ റിപ്പോർട്ട് പാർലമെന്റിൽ മേശപ്പുറത്ത് വെച്ചിരുന്നു. രാജ്യസഭയിലും ലോക്സഭയിലും വെച്ചിരുന്നു. അതിന്റെ 14 മാറ്റങ്ങളാണ് ഈ കമ്മിറ്റി 14 മാറ്റങ്ങളിൽ ശുപാർശ ചെയ്തുകൊണ്ടാണ് അന്തിമ റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് വഖഫ് നിയമ ഭേദഗതി ഈ സഭയുടെ കാലയളവിൽ, ഈ പാർലമെന്റ് സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കും. രാജ്യത്ത് വീണ്ടും വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് അത് കടക്കും. ഒപ്പം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ബില്ലിന്റെ കരട് രൂപം നേരത്തെ തയ്യാറാക്കിയിരുന്നു. ബില്ല് തയ്യാറായിട്ടുണ്ടെങ്കിൽ പോലും ഈ സമ്മേളന കാലയളവിൽ, ഇപ്പോൾ നാളെ ആരംഭിക്കാനിരിക്കുന്ന സമ്മേളന കാലയളവിൽ ആ ഒരു ബില്ല് അവതരിപ്പിക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കാരണം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല, അതിൻ്റെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേക്കും ലോക്സഭയും മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്താനുള്ളൊരു ക്രമീകരണത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ കടക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സമ്മേളന കാലയളവിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് അവതരിപ്പിക്കുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. വഖഫ് നിയമ ഭേദഗതി ബില്ല് എന്തായാലും കേന്ദ്ര സർക്കാർ ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കും. ഒപ്പം ഈ കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നത് തന്നെ വഖഫ് ബോർഡ് കടിഞ്ഞാണില്ലാത്ത കുതിര കണക്കെ രാജ്യത്ത് ഭൂമി പിടിച്ചടക്കുകയാണെന്ന വ്യക്തമായ നിരീക്ഷണം ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അവരുടെ റിപ്പോർട്ടിലും ഒപ്പം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളിലും ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്കുള്ളിലേക്ക് വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും നിലവിൽ ബോർഡിനുള്ള അമിത അധികാരങ്ങൾ, നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിലുള്ള അധികാരങ്ങൾ വെട്ടിച്ചുരുക്കുകയുമാണ് ഈ വഖഫ് നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഒപ്പം പ്രതിപക്ഷം നാളെ സഭ തുടങ്ങുന്നതിന് മുൻപ് ഇന്ത്യ നേതാക്കളുടെ യോഗം ചേരും. ഒപ്പം NDA കക്ഷിയുടെയും യോഗമുണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പ്രതിപക്ഷത്തിന്റെ നീക്കം മണിപ്പൂരും വഖഫ് നിയമ ഭേദഗതിയും ത്രിഭാഷാ നയവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നാണ് നോക്കിക്കാണേണ്ടത്. കഴിഞ്ഞ കുറച്ച് സമ്മേളനങ്ങൾ പരിശോധിച്ച ബജറ്റ് സമ്മേളനത്തിന്റെ ചർച്ചകളും അതിനു മുൻപ് നടന്ന ശൈത്യകാല സമ്മേളനവും എല്ലാം തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം, സാധാരണഗതിയിൽ ഉണ്ടാകുന്ന വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിനുള്ളിൽ പ്രതിഷേധങ്ങൾ അറിയിക്കുക സ്വാഭാവികമാണ്. എന്നാൽ സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ക്രിയാത്മകമായ ചർച്ചകൾ പോലും അനുവദിക്കാതെ പ്രതിപക്ഷം സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത് കഴിഞ്ഞ സഭാകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനെതിരെ രൂക്ഷമായ വിമർശനം ലോക്സഭാ സ്പീക്കറും ഒപ്പം രാജ്യസഭാ ചെയർമാനും എല്ലാം തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ സഭാ സമ്മേളന കാലയളവിലും മണിപ്പൂർ ഒപ്പം വഖഫ് നിയമ ഭേദഗതി, ത്രിഭാഷാ നയം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സഭ തടസ്സപ്പെടുത്താനുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ബജറ്റ് സമ്മേളനത്തിന്റെ ഈ രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ 4 വരെ നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളന കാലയളവിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുക, ശ്രദ്ധാകേന്ദ്രമാവുക വഖഫ് നിയമ ഭേദഗതി തന്നെയാകും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ഈ കാലയളവിൽ വരുമോ എന്നുള്ളത് ഇതുവരെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു വ്യക്തത കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. KP. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.